നേപ്പാളിലെ മദൻ ആശ്രിത് ഹൈവേയിൽ മണ്ണിടിച്ചിൽ 2 ബസ്സുകൾ തൃശൂലി നദിയിലേക്ക് ഒലിച്ചുപോയി. 63 പേരാണ് ബസ്സുകളിൽ ഉണ്ടായിരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയ ചേരുന്നു. വിനയ, നേപ്പാളിൽ അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 63 ആളുകളാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇവർ തൃശൂലി നദിയിലേക്ക് ഒലിച്ചുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? രക്ഷാപ്രവർത്തനം ഊർജിതമാണോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലർച്ചെ 3:30 നേപ്പാളിൽ മദൻ ആശ്രിത് ഹൈവേയിൽ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാമുണ്ടിയിലേക്ക് പോവുകയായിരുന്ന ഏഞ്ചൽ എന്ന ബസ്സും കാമുണ്ടിയിൽ നിന്ന് ഗൗറിയിലേക്ക് പോവുകയായിരുന്ന ഗണപതി ഡീലക്സുമാണ് മണ്ണിടിച്ചിലിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 63 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച്. കാമുണ്ടിയിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ 44 പേരും മറ്റൊരു ബസ്സിൽ അതായത് ഗൗറിയിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ 41 പേരുമാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ 63 പേരാണ് ഇത്തരത്തിൽ ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച്. ഈ കാണാതായ പ്രവർത്തകരെ കണ്ടെത്തുന്നതിനായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഈ ശക്തമായ മഴ നേപ്പാളിൽ ശക്തമായ മഴയാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കുന്നുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഈ മഴ നിർത്താതെ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്നാണ് പ്രധാനമായും ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച്. അതിനിടെ തന്നെ ഈ കാണാതായ യാത്രക്കാരെ കണ്ടെത്താനും കൂടാതെ ഫലപ്രദമായി രക്ഷാപ്രവർത്തനം നടത്താനുമായി ഈ നേപ്പാളിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള പുഷ്പ കമൽ ദഹൽ രാജ്യത്തെ ഹോം അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ എല്ലാ ഏജൻസികൾക്കും നിർദ്ദേശം നൽകിയതായും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇദ്ദേഹം എക്സിൽ തൻ്റെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അതേസമയം ഈ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കാമുണ്ടിൽ നിന്ന് ചിത്വാൻ ജില്ലയിലെ ഭരത്പൂരിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നേപ്പാളിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ ഇപ്പോൾ പ്രശ്നമായി മാറിയിരിക്കുകയാണെന്നാണ് പറയാൻ കഴിയുന്നത്. നേപ്പാളിൽ ചില ഭാഗങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ച മുതൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിലും മുതലായവയെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം 63 പേരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പക്ഷേ ഈ മഴയാണ് കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൃന്ദ. ശരി, നേപ്പാളിലെ മദൻ ആശ്രിത് ഹൈവേയിൽ മണ്ണിടിച്ചിൽ 2 ബസ്സുകൾ തൃശൂലി നദിയിലേക്ക് ഒലിച്ചുപോയി. 63 പേരാണ് നിലവിൽ ബസ്സിലുള്ളത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മഴ പെയ്യുന്നത് പ്രതികൂല സാഹചര്യമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായാണ് ബാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനയ.